കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ ഭരണം ഇക്കുറി UDF തിരിച്ചുപിടിച്ചു നിസ്സാരമെന്ന് പറഞ്ഞുകൊണ്ട് UDFന്റെ മേയർ സ്ഥാനാർത്ഥികളെല്ലാം മിന്നും നേടി. ഇനി ആരെ മേയറാക്കുമെന്ന് പറഞ്ഞാൽ മതി. LDFന്റെ മേയർ സ്ഥാനാർത്ഥികൾ തോറ്റു. വിമത പ്രതിസന്ധി ഉൾപ്പെടെ നേരിട്ടാണ് കോൺഗ്രസിന്റെ വിജയമെന്നത് ഓർക്കണം. കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണം 2020 നിലനിർത്തി. 21 സീറ്റുകളിൽ 20ഇടത്തും 2020 ആണ് വിജയിച്ചത്. ലേപി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ലേപി സജീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. കുന്നത്തുനാട് അടക്കം മികച്ച വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എങ്ങനെ കാണാം എറണാകുളം ജില്ലയിലെ കൊച്ചി കോർപ്പറേഷനിലെ UDFന്റെ ജയത്തെ? സുജയ, എറണാകുളം ജില്ല ശരിക്കും UDFന്റെ തേരോട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ രണ്ട് മുന്നണികളുടെയും അഭിമാന പോരാട്ടം നടന്ന സ്ഥലം തന്നെയായിരുന്നു. വിജയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു UDF. എങ്കിലും ഇതുപോലൊരു മിന്നുന്ന വിജയം ഇത്രയധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സത്യത്തിൽ കരുതിയിരുന്നില്ല. കാരണം വിമതരുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് പിന്നാലെ. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു വിമതൻ ജയിച്ചു എന്നതൊഴിച്ചാൽ മറ്റ് വിമത ശല്യത്തെയെല്ലാം അതിജീവിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ തേരോട്ടം നടത്തുകയായിരുന്നു വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടങ്ങളിലും. പോസ്റ്റൽ വോട്ട് എണ്ണിയത് മുതൽ ഇങ്ങോട്ട് അവസാന ഫലപ്രഖ്യാപനം വരും വരെ UDFന്റെ തേരോട്ടം അക്ഷരാർത്ഥത്തിൽ നടന്നു എന്ന് തന്നെ പറയാം. കോർപ്പറേഷനിൽ നേരത്തെ 31-34 ആയിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ 31-ൽ നിന്ന് 47ലേക്ക് കുതിച്ചു കയറുകയാണ് UDF ചെയ്തത്. അതേസമയം 34-ൽ നിന്ന് 22ലേക്ക് താഴുകയും ചെയ്തു LDF. ഇവിടെ വലിയ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാകാതിരുന്നത് NDAക്കാണ്. NDA ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും LDFനാണ് വലിയ തിരിച്ചടി കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട, അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരുക തന്നെ ചെയ്തു. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ അഭിമാനിക്കാവുന്ന സ്ഥലം തന്നെയാണ്. അതേസമയം 2020യുടെ കാര്യം പറയുകയാണെങ്കിൽ 2020 കിഴക്കമ്പലത്ത് UDF വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി. അതിലെ കണക്കുകളൊന്ന് പരിശോധിക്കുക സുജയ, ആ കണക്കിൽ വ്യത്യാസമുണ്ട്. വലിയ മുന്നേറ്റം നടത്തുകയാണ് കിഴക്കമ്പലത്ത് ചെയ്തത്. LDFനും ഒപ്പം സീറ്റുകൾ നിലനിർത്താനായി അവിടെ സീറ്റുകൾ കുറയുകയാണ് 2020ക്ക് ചെയ്തത്. എന്നാൽ ഭരണം തുടരേണ്ട സാഹചര്യം ഉണ്ടായി. എന്നാൽ മറ്റ് രണ്ട് ഭാഗങ്ങളിൽ അവർ ഭരിച്ചിരുന്ന രണ്ട് പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് UDF പകരം വീട്ടിയത്. എന്നാൽ തിരുവാണിയൂർ പഞ്ചായത്ത് LDF ഭരണത്തിലുണ്ടായിരുന്ന തിരുവാണിയൂർ പഞ്ചായത്ത് 2020 പിടിക്കുകയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മാറി മറിഞ്ഞിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അവിടെ UDFന് നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുവെ എറണാകുളം ജില്ലയിൽ വലിയ തേരോട്ടം UDF നടത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് എല്ലാ തലത്തിലും, ത്രിതല പഞ്ചായത്ത് തലത്തിലും കോർപ്പറേഷനിലും നഗരസഭകളിലും. നഗരസഭ, തൃപ്പൂണിത്തുറ നഗരസഭ അതെടുത്ത് പറയണം സുജയ. തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDA വലിയ മുന്നേറ്റം നടത്തി ഭരണത്തിലേക്ക് അടുത്തു. ഭരണത്തിൽ ഭൂരിപക്ഷം നേടി. പക്ഷേ ഭരണത്തിലേറുമോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അതിൽ ചില ഇക്വേഷൻസ് ഒക്കെ മാറി മറിയാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ BJPയുടെ ഭരണത്തെ ഒഴിവാക്കാൻ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, കൊച്ചിയുടെ മേയർ ആരായിരിക്കും? സുജയ, ഇപ്പോൾ 3 പേരുടെ പേര് നമ്മൾക്ക് നിസ്സംശയം സാധ്യതാ പട്ടികയിലുള്ളവരുടെ പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയാൻ സാധിക്കുന്നത് ദീപ്തി മേരി വർഗീസാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ വനിതാ നേതാവുമാണ്. അവർക്ക് കോർപ്പറേഷനിൽ പ്രവർത്തിച്ച് പരിചയവുമുണ്ട്. രണ്ടാമത് നിൽക്കുന്നത് അഡ്വക്കേറ്റ് VK മിനിമോളാണ്. മിനിമോൾക്കും ഈ പറയുന്നത് പോലെ പല കാര്യങ്ങൾ കൊണ്ട് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതിൽ ചില സാമുദായിക ഇക്വേഷനൊക്കെ വന്ന് ഒപ്പം തന്നെ മറ്റു ചില രാഷ്ട്രീയമായ പല ഘടകങ്ങൾ ഇതിൽ അവസാനത്തേക്ക് വരുമ്പോൾ ചേർത്ത് വെക്കേണ്ടി വരുമല്ലോ. അതുപോലെ തന്നെ മിനിമോൾക്കും സാധ്യത അങ്ങനെ കൽപ്പിക്കുന്നുണ്ട്. പിന്നെ വേറൊന്ന് ഷൈനി മാത്യു ആണ്. ഷൈനി മാത്യുവിൻ്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ. നേരത്തെ വലിയ ഒരു വിവാദത്തിലേക്കൊക്കെ സീറ്റ് അതിൻ്റെ ടേം വൈസ് മാറുകയൊക്കെ ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ, അന്ന് സൗമിനി ജെയിൻ മേയറായിരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ പേരും കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഈ സമയത്ത് പ്രാധാന്യം കൽപ്പിക്കുന്നത് ദീപ്തി മേരി വർഗീസിന് തന്നെയാണ്. അതല്ലെങ്കിൽ VK മിനിമോളുടെ പേര് തൊട്ടടുത്തതായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഏതായാലും മേയറായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരെല്ലാവരും ജയിച്ചു കയറിയിട്ടുണ്ട്. സുജയ നേരത്തെ പറഞ്ഞതുപോലെ LDFലാകട്ടെ അതിലൊരാൾ മാത്രമാണ് ജയിച്ചത്. ബാക്കി അവർ സാധ്യത കൽപ്പിച്ചവരൊക്കെ തോൽക്കുകയും ചെയ്തു. പിന്നെ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ബാക്കി നഗരസഭകളുടെ കാര്യം പറഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറ വിട്ടുകളയരുതല്ലോ എന്നോർത്തുകൊണ്ടാണ്. തൃപ്പൂണിത്തുറയിൽ വലിയ മുന്നേറ്റം NDA നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നതാണ് അവിടെ NDA. ഇത്തവണ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നടത്തി സംസ്ഥാനത്ത് തന്നെ തിളക്കമാർന്നൊരു വിജയം അവർ നേടുകയും ചെയ്തു. എങ്കിലും തൃപ്പൂണിത്തുറയുടെ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് BJP ഇത്തരത്തിൽ കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും 3ാം സ്ഥാനത്തായിരുന്നു UDF. ഇക്കുറി വന്നപ്പോൾ UDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. LDF ഭരണത്തിൽ ഏറേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ UDFന്റെ പിന്തുണ അവിടെ വേണം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുജയ.
ഇന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയൊക്കെ നമുക്ക് ആ ചിത്രം പൂർണ്ണമായി. ഇനി മേയർ ആരാണ്, ചെയർമാൻ ആരാണ് എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടുള്ളൂ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ് എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതുള്ളൂ. പക്ഷെ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം വലിയ സർപ്രൈസ് തന്നെയായിരിക്കും കാത്തിരിക്കുക. NDA തന്നെ അവിടെ തുടരുക. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരുപാധിക പിന്തുണ നൽകാൻ സാധിക്കില്ല. കാരണം മറ്റു ഭാഗങ്ങളിൽ, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ UDFനെ എങ്ങനെയാണ് ഇത്തരം സമാനമായ സാഹചര്യത്തിൽ LDF സമീപിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇവിടെ UDFന്റെ നിലപാട്. ആ നിലപാടുകൾക്കൊക്കെ അനുസൃതമായിട്ടായിരിക്കും ഇവിടെ അങ്ങനെ ഒരു ചിത്രം അന്തിമമായി രൂപം. അപ്പോൾ പാലക്കാട് നഗരസഭ, തൃപ്പൂണിത്തുറ നഗരസഭ ഈ രണ്ടിടത്തും BJPയെ മാറ്റി നിർത്താൻ, ഭരണത്തിലെത്താതിരിക്കുന്നതിന് ഇന്ത്യ മുന്നണിയായി LDFും UDFും ഒന്നിച്ച് ഭരണത്തിലേക്ക് വരുമോ എന്നതാണ് ഈ രണ്ട് നഗരസഭകളിലെയും ഭരണ തീരുമാനങ്ങൾ വരുമ്പോഴേക്ക് നമ്മൾ കാത്തിരിക്കുന്നത്.